ഹലോ ഫ്രണ്ട്സ്, അക്വ ഇറ്റ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മണിമലയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മളിന്നും ഉടക്കുവല ഉപയോഗിച്ച് മീൻ പിടിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഇവിടെ വന്ന് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം നമ്മളിതിൻ്റെ മുകളിലത്തെ കുഴിയിൽ നിന്നാണ് മീൻ പിടിച്ചത്. അവിടെ ഏകദേശം നല്ലതുപോലെ നമുക്ക് മീൻ കിട്ടിയായിരുന്നു. ഇവിടം കണ്ടിട്ടും നല്ലപോലെ മീനുള്ള സ്പോട്ടാണെന്ന് തോന്നുന്നു. കാരണം അങ്ങേ സൈഡ് നല്ലതുപോലെ പായലുണ്ട്. അതുപോലെ തന്നെ അങ്ങേ സൈഡ് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ചപ്പുകളുമുണ്ട്. അതിനിടയിലേക്ക് മീൻ കയറിയിരിക്കാൻ നല്ല ചാൻസ് ഉള്ള സ്ഥലമാണിവിടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇവിടെയും നമ്മൾ ഉടക്കുവലയാണ് ഉപയോഗിച്ച് മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി നമ്മളിവിടെ 2 വലയാണ് യൂസ് ചെയ്യുന്നത്. ഈ വല നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്നു. രണ്ടാമത്തെ വല നമ്മൾ മുകളിൽ നിന്ന് വലിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഈ 2 വലകളുടെയും ഇടയ്ക്കുള്ള മീനുകളാണ് നമ്മളുടെ ടാർഗറ്റ്. വലിയ മീനുകൾ വന്ന് വല ഇടിച്ച് പൊങ്ങിപ്പോകാതിരിക്കാനാണ് ഇത്രയും വലിയ കല്ലുകൾ നമ്മൾ ഇവിടെ വെക്കുന്നത്. ഇനി നമുക്ക് ഈ വല കുത്തി പൊക്കി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം വരുന്ന വലിയ മീനുകൾ വലയ്ക്ക് മുകളിൽ കൂടെ ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വല മാക്സിമം പൊക്കി ഇവിടെ നിന്ന് കുത്തി നിർത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ വല ഇട്ടപ്പോൾ തന്നെ ആദ്യത്തെ മീൻ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ഇവിടെയും 1-2 മീൻ കുടുങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ടാമത്തെ വലയാണ്. ഇതിൻ്റെ കുരുക്കെല്ലാം ഒഴിച്ച് നമുക്കിതിൻ്റെ ക്രോസ് ആയിട്ട് ഇടണം. ഈ വല വെള്ളത്തിനടിയിൽ താഴ്ന്നു കിടക്കാൻ നമ്മൾ ഈയമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് പൊങ്ങിക്കിടക്കാൻ ഇവിടെ കുപ്പികളും മറ്റ് തെർമോക്കോളും എല്ലാം ഈ വലയിൽ കെട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് വല ഇങ്ങനെ ഉടക്കാതെയും കുടുങ്ങാതെയും വളരെ സാവധാനം വേണം നമുക്കിത് വലിച്ചുകൊണ്ട് താഴേക്ക് പോകാൻ. അങ്ങനെ നമ്മുടെ വലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ ഉടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൂരലിൻ്റെ കുഞ്ഞിവിടെ അടിച്ചിട്ടുണ്ട്. ചെറുതാണ്. വല ഇടയ്ക്ക് പൊങ്ങിപ്പോയാലും അതുപോലെ തന്നെ വല താന്നു പോയാലും ആ ഗ്യാപ്പിൽ കൂടെ മീൻ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ വല താഴേക്ക് കൊണ്ടുപോകുന്നത്. ദേ ഇങ്ങോട്ട് നോക്കുമ്പം 2 നീർക്കോലികൾ തമ്മിൽ അടിവെക്കുകയാണ്. നമ്മുടെ വലയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ മീന് വേണ്ടിയാണ് 2 പേരും തമ്മിൽ അടിവെക്കുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ വലിയ നീർക്കോലി ആ മീനെയും എടുത്തുകൊണ്ട് വിട്ടുപോവുകയാണ്. അത് നേരെ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. നമ്മുടെ നേർക്കാണ് വരുന്നത്. അങ്ങനെ ആ മീനും എടുത്തുകൊണ്ട് പോകുന്ന പോക്കാണ് ഇപ്പം കാണുന്നത്. ചിലപ്പോൾ അത് വലയിലെടുക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്.
നമ്മുടെ വലയുടെ ക്രോസ് കിടപ്പുണ്ട്. വലയിൽ ഉടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. വല കയറിയ വല മൊത്തം കുരുങ്ങിപ്പോകും. വലയിലൊന്ന് ഉടക്കിയ മീനുമായിട്ട് ഉടക്കിയിട്ടുണ്ട്. ഇല്ല, വലയുടെ വെളിയിലിറങ്ങി പോവുകയാണ്. വല താഴേക്ക് അടുക്കും തോറും നല്ല രീതിയിൽ മീൻ ഉടക്കുന്നുണ്ട്. നമ്മൾ ഈ വല ഇടാൻ വന്നപ്പോൾ തന്നെ ഇതിനകത്ത് കുറേ കൂരൽ നിൽക്കുന്നത് കണ്ടായിരുന്നു. കൂരൽ ഈ വലയിൽ നോർമലായിട്ട് ഉടക്കില്ല, കാരണം ഇത് ചെറിയ കണ്ണിയുള്ള വലയാണ്. പക്ഷേ കൂരൽ ഈ വല കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. അങ്ങനെ നമ്മൾ തന്നെ തപ്പിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വലയുടെ ഒരു സൈഡ് താഴെയിട്ട വലയുടെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ സൈഡിൽ കൂടെ വല റൗണ്ട് ചെയ്ത് വെക്കുകയാണ്. വലിയ കല്ലിന് ചുറ്റും വല വെച്ച് കൂരലിനായിട്ടുള്ള തപ്പലാണ്. ഇതിനകത്തോട്ടൊരു കൂരൽ ഓടിക്കയറുന്ന കണ്ടിട്ട് തപ്പി നോക്കുകയാണ്. കിട്ടുമോയെന്നറിയില്ല. കിട്ടിയെന്ന് തോന്നുന്നു. അതെ, കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു കൂരലാണിത്. ഇതാണ് ഇപ്പം കിട്ടിയ കൂരൽ. അത്യാവശ്യം മുഴുപ്പുള്ള കൂരലാണ്. അടുത്ത കൂരലിനായിട്ട് തപ്പുന്നുണ്ട്. അടുത്ത കൂരലെങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതും അത്യാവശ്യം സൈസുള്ളൊരു കൂരലാണ്. ഇതിനുള്ളിൽ വീണ്ടും കൂരൽ നിൽപ്പുണ്ട്. ഓ, ഒരെണ്ണം വെളിയിലേക്ക് എടുത്ത് ചാടി.
അടുത്തൊരു കുരുളെ കിട്ടി, അത് ഇത്തിരി ചെറുതാണ്. ഒരു കൂരിൽ നമ്മുടെ വലയുടെ വെളിയിൽ ചാടി, അതിനെ ഓടിച്ച് പിടിക്കാൻ പോയേക്കുവാണ്. കുറച്ച് ഓടുമ്പോൾ തന്നെ ഇത് പായലിനകത്ത് പമ്മിയിരിക്കും. അതിനെ കിട്ടിയെന്ന് തോന്നുന്നു. ആ, കിട്ടിയിട്ടുണ്ട്, അതിനെ കിട്ടി. അതും അത്യാവശ്യം സൈസ് ഒരെണ്ണമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം താന്നിട്ടുണ്ട്, അതിനെ തപ്പിയിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഒരെണ്ണം താന്നിട്ടുണ്ട്. വല്ല മാക്സിമം സൈഡിലേക്ക് അടുപ്പിക്കുക നമ്മൾ. വെള്ളത്തിൻ്റെ അടിയിൽ കല്ലിരിപ്പുണ്ട്, അതൊന്ന് പുതുക്കെ പൊക്കാൻ നോക്കുകയാണ്. ഓ, ചാടി 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 കരയിലേക്ക് ചാടി കയറി. വീണ്ടും കരയിലേക്ക് ചാടി കയറി. ആ, അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിനെ. അതും കൂറലാണ്. കല്ലിനകത്ത് വേറെയും മീൻ നിപ്പുണ്ട്. കല്ല് മാറ്റുമ്പം കാണാം നമുക്ക് അതിനകത്ത് മീൻ ചാടി വരുന്നത്. ആ, ഉടക്കി ഒരെണ്ണം കൂടെ. ഈ സൈഡിൽ നോക്കി കാണാം നിറയെ മീനുകൾ സൈഡിൽ മാറി നിൽക്കുന്നത് വലയുടക്കാതെ.
നമുക്കൊരു പള്ളത്തി ഇതിൻ്റെ സൈഡിൽ കയറി കിടന്ന് കിട്ടിയിട്ടുണ്ട്. വല ഉടക്കിയതല്ല, വല കണ്ടിട്ട് സൈഡിലേക്ക് ചാടി കയറിയതാ. ഇതിനകത്ത് ഒരു കുരുൽ നിൽപ്പുണ്ട്. ഓ, അതും ചാടിപ്പോയി. ഇവിടെ നമുക്ക് കുരുൽ നിൽപ്പുണ്ട്. ഈ പള്ളക്കകത്തോട്ട് കുരുൽ കയറിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? കിട്ടിയെന്ന് തോന്നുന്നു. അതിനെ കിട്ടി. കൂരലാണ്. അതും അത്യാവശ്യം വലുപ്പമുള്ള കൂരലാണ്. ഈ വലയും ഏകദേശം നിറയെ മീനായിട്ടുണ്ട്. നമുക്ക് പതുക്കെ വല എടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്രയും തന്നെ ഈ പ്രാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. നിറയെ മീനുകൾ ഉടക്കിയിട്ടുണ്ട് ഇതിൽ. താഴെ ഇട്ടിരിക്കുന്ന വലയും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.